വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ വാർണിംഗ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോഴത്തെ ട്രേഡിങ്ങിന്റെ സ്റ്റൈൽ അനുസരിച്ച് അല്ലെങ്കിൽ ട്രേഡിങ് നമ്മൾ കൂടുതലായിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒതുങ്ങി നിന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് UPI അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ മതിയായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള കോട്ടക്സ്, അതുപോലെ തന്നെ ബിനാമോ, അതുപോലെ തന്നെ നമ്മൾ XNS, അതുപോലെ അൽപാരി, അതുപോലെ തന്നെ പല എക്സാം അങ്ങനെ പോലുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഫോറക്സ്, ബൈനറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെയുള്ള പേയ്മെന്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ UPI വെച്ച് പേയ്മെന്റ് ചെയ്യും. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിലേ വരുന്നുണ്ട്. ആ ഡിലേ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ USDTയോ അല്ലെങ്കിൽ ബിറ്റ്കോയിനോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ UPI ഉപയോഗിക്കുമ്പോൾ നമുക്ക് പേയ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ INR ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്? UPI വെച്ചിട്ടോ നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ. അതേപോലെ ക്രിപ്റ്റോ കറൻസികൾ വെച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാലറ്റ് ആവശ്യമാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഒരു വാലറ്റ് ആവശ്യം. ആ വാലറ്റുകളാണ് ക്രിപ്റ്റോ കറൻസി വാലറ്റ്. ഓക്കെ, അതിന്റെ മെയിൻ നമ്പർ 1 ആയിട്ടുള്ളതാണ് ബൈനാൻസ് എന്ന് പറയുന്ന വാലറ്റ്. അല്ലെങ്കിൽ ഓക്കെ, അവർക്ക് തന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. എന്നാലും ബൈനാൻസ് എന്ന് പറയുന്ന വാലറ്റ്, അതുപോലെ ബിറ്റ്ഗേറ്റ് എന്ന് പറയുന്ന വാലറ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ബൈനാൻസിൽ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമൊന്നുമല്ല, നമ്മളിപ്പോ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാൻ കാർഡ് അപ്ലൈ ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പാൻ കാർഡ് ഡിലേ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ബിറ്റ്ഗേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വെച്ചാൽ പാൻ കാർഡ് ഇതിന് ആവശ്യമില്ല, ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലിങ്ക് ചെയ്യാൻ അയച്ചിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഫസ്റ്റ് ബിറ്റ്ഗേറ്റ് എന്ന് പറയുന്നത് ഒരു വാലറ്റും ആണ്, പ്ലസ് ഇതുമാണ്, പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമ്മൾ വാലറ്റ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വെൽക്കം ടു ബിറ്റ്ഗേറ്റ് എന്നുണ്ടാവും. ഇവിടെ നമ്മൾ അതിനു മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര വലിയ വാലറ്റുകളായാലും ശരി, എത്ര വലിയ പ്ലാറ്റ്ഫോമുകളായാലും ശരി, അവിടെ ഫ്രോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവിടെ ഫ്രോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് ഈ വാലറ്റ് കാണാം, നാളെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല. ബൈനാൻസും അങ്ങനെയല്ലായിരുന്നോ? നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്തു, ബൈനാൻസും പോയി. മനസ്സിലാവുന്നത്, ഇന്ത്യയിൽ പോയി. പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെയും ബൈനാൻസ് വന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, പാർട്ണർഷിപ്പ് ഇതൊക്കെ കാണും നിങ്ങൾ, ഫുട്ബോൾ മാച്ചിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കപ്പോ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, മൊബൈലും കൊടുക്കാം കേട്ടോ. മൊബൈലിലും ചെയ്യാം, ഇമെയിൽ IDയിലും ചെയ്യാം. എങ്ങനെ പാസ്വേഡ് നിങ്ങൾ സ്ട്രോങ് പാസ്വേഡ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ദ യൂസർ അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ന്യൂ ടൈപ്പിലുള്ള ക്യാപ്ചയാണ് പോകുന്നത്. ഈ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഗിയറിന്റെ ചിത്രം, ഇവിടെ ഒരു പിന്നിന്റെ, ഇവിടെ ഒരു ഹുക്കിന്റെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ഇപ്പൊ കണ്ടോ, ഈ ഒരു ഓർഡറിൽ കൊടുത്തിട്ട് ഇതേ ഓർഡറിൽ തന്നെയൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ 1 കഴിഞ്ഞു, 2 ഇതായി, 3 കണ്ടോ. ഇനി ഇവിടെ ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ മെയിലിലേക്ക്, നിങ്ങൾ മെയിലാണ് കൊടുത്തെങ്കിൽ മെയിലിലേക്ക്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ, അതിലേക്ക് ഒരു ഓക്കെ. ഇത്രയായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്യാം, ക്രിപ്റ്റോ വിഡ്രോവൽ ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് അതർ സർവീസ് നമുക്ക് ചെയ്യാം. എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഇവിടെ ലെവൽ 1 ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. വെരിഫൈ നൗ. സെയിം ആണ്, മൊബൈലിൽ സെയിം ആണ്, പ്ലേ സ്റ്റോറിൽ ഈ സാധനം ഉണ്ട്, സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഒരു വ്യത്യാസവും നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റുകളൊക്കെ എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ ആ രാജ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ തന്നെ കൊടുക്കുക. ഇന്ത്യ തന്നെയാണ്, ഇന്ത്യ കൊടുക്കുക. ഓക്കെ, ആധാർ കാർഡ്, OTP. ഓക്കെ, OTP വരും. ഇല്ല, നമുക്ക് ആധാർ കാർഡ് മാത്രമാണെങ്കിൽ ആധാർ കാർഡ് മാത്രം, ഇവിടെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ആധാർ കാർഡ് വിത്ത് OTP കൊടുക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ.
continue on this device, continue Aadhaar card via DigiLocker. ഓക്കെ, നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ OTP വരും. ആ OTP കൂടെ നിങ്ങൾ കറക്റ്റ് കൊടുക്കണം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂ, ലോഗിൻ, ഡിജി ലോക്കർ ലോഗിൻ ആവുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് കൊടുത്താൽ മതി. എൻ്റർ യുവർ ആധാർ കാർഡ്. ആധാർ കാർഡ് ചെയ്യാം. ഹലോ, ഓക്കെ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്താണ് ഫേസ് വെരിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടിന്യൂ ഓൺ ഫോൺ. നമുക്ക് ഇതിൽ എൻ്റെ മൊബൈലിൽ മൊബൈലും ഈ ഇതില് വെബ് ക്യാം കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ഓൺ ഫോൺ. ഓക്കെ, ഇത് നമുക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ലെവൽ 1 വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് വെരിഫൈ ചെയ്തു. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെരിഫൈ ആണെങ്കിൽ ഇവിടെ പോയാലും മതി. ഇവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കാണാൻ പറ്റും, വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ബാഡ്ജ് കിട്ടും. ഇപ്പോൾ അക്കൗണ്ട് നമ്മുടെ വെരിഫൈ ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ട് സോറി USDT വാങ്ങാം, വിൽക്കാം, എന്ത് പരിപാടികളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ക്രിപ്റ്റോ ബൈ ചെയ്യണത്? ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് ക്രിപ്റ്റോ ബൈ ചെയ്യണം. ഓക്കെ, ബൈ ചെയ്തിട്ട് എന്ത് വേണം? നമ്മൾ കോട്ടക്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫോറക്സിന്റെ പ്ലാറ്റ്ഫോമുകളിലേക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഡോളർ USDT ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് വിഡ്രോയും ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗം കണ്ടോ? ഈ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പോകേണ്ടത് നമ്മുടെ വെരിഫൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബൈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത് പോവാം. ബൈ ക്രിപ്റ്റോ, ബൈ സെൽ, INR 2000 UPI, ഗൂഗിൾ പേ കൊടുക്കണം. ഗൂഗിൾ പേ, കൺഫേം, ബൈ USDT, write the message here. Okay, കണ്ടോ? ഇവിടെ കണ്ടോ? write the message here. Okay, നമ്മൾ ചെയ്യുന്നത് QR കോഡ് പ്ലീസ്. ഇവിടെ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം അവരോട്. ഓക്കെ, ഗൂഗിൾ പേ നമ്മുടെ മനുഷ്യരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം പെയ്ഡ് നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഒരാൾ മാത്രം അയക്കും. നമ്മൾ ഒരാൾ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അയച്ചാൽ പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, കണ്ടോ? നമുക്ക് ഇതിന്റെ ഇത് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈൽ എടുക്കുന്നു. Remember to click paid after you have transferred fund from your bank account. ഇവിടെ കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മള് ഒപ്പം കൊടുത്തു, കൺഫേം കൊടുത്തു, കൺഫേം നമുക്ക് മർച്ചന്റിനും ഒന്ന് അയച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയും കൺഫേം കൊടുത്തു. The order is completed. The teller has released the crypto to your account. Please check your OTC account. ഇനി നമ്മുടെ OTC account എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പേര്. നമ്മുടെ അസറ്റിൽ പോവാം, നോക്കാം.
വന്നിട്ടുണ്ട്. USDT നോക്കാം. യെസ്, എത്തി. കണ്ടാ, ഇത്രയേ ഉള്ളൂ പരിപാടി. സംഗതി എത്തി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ എന്തെങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഡിപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ ഡിപ്പോസിറ്റും കൂടെ ഇപ്പൊ നമ്മള് നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ USDT മേടിച്ചു കഴിഞ്ഞു. ഇനി ഈ USDT നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക്, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ വേണ്ടത് അതിലേക്ക് നമ്മൾ അയക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഈ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടണിൽ പോവുക. ഇവിടെ ഓക്കെ, വിഡ്രോ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. USDT കൊടുക്കുന്നു. സെലക്ട് നെറ്റ്വർക്ക് BEP നിങ്ങളുടെ ഏത് നെറ്റ്വർക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോണ് ഓക്കെ, അതുപോലെ TRC20, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന TRC20 ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, വിഡ്രോവൽ അഡ്രസ്. ഈ വിഡ്രോവൽ അഡ്രസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വിഡ്രോവൽ അഡ്രസ് ഇത് എവിടെയായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ ഇവിടുത്തെ വിഡ്രോവൽ അഡ്രസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ, നിങ്ങളുടെ ഇപ്പോ XM ആണെങ്കിൽ XMന്റെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലേ, കാണിച്ചു തരാം. നമ്മൾ XMന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. XM, XNS, അതുപോലെ തന്നെ അൽപാരി, അതുപോലെ തന്നെ ബൈനറി ട്രേഡിംഗിൽ കോട്ടക്സ്, എല്ലാം ഇത് സെയിം ആണ്. ഓക്കെ, സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നു. നമ്മുടെ ബിറ്റ്ഗേറ്റിന്റെ വാലറ്റിൽ നിന്ന് നമ്മുടെ ഇപ്പൊ എങ്ങനെയാ ഡോളർ വാങ്ങുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായി. ഈ ഡോളർ വാങ്ങിയതിനു ശേഷം നമ്മൾ മറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. XMന്റെ ഇവിടെ പോവുക, അല്ലെങ്കിൽ ഏതാണോ അത് സെയിം ആണ്. ഓക്കെ, അപ്പോ ബിറ്റ്ഗേറ്റ് ഇവിടുന്ന് വിഡ്രോ ആണ് ചെയ്യുന്നത്. ഇവിടുന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാലറ്റിൽ പോവുക. ഞാൻ എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്തു, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത് നിങ്ങൾക്ക്. ഓക്കെ, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. എന്താണ് നമ്മൾ ഫൈനാൻസ് പേ ആണോ? അതൊന്നും അല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്രിപ്റ്റോ കറൻസീസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. സെയിം ആണ് എല്ലാത്തിനും കേട്ടോ. സെലക്ട് ക്രിപ്റ്റോ വാലറ്റ്. ഏതാണ്? USDT. എമൗണ്ട് എത്ര എമൗണ്ട് ആണ്? ആ എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുക്കുക. ഇനി ഏതാണോ, എല്ലാത്തിനും ഇതേപോലെ വരണം എന്നില്ല. പക്ഷെ നിങ്ങൾ കോമൺ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ അവിടെ എന്താണ്? TRC20 വാലറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണേ. TRC20 അല്ലെങ്കിൽ BEP20. നിങ്ങൾക്ക് ഏതാണോ ഇത് കണ്ടോ, സെർവർ ഏതാണോ അല്ലെങ്കിൽ ഇതാണോ നോക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പേ വിത്ത് ടെതർ TRC20 ക്ലിക്ക് ചെയ്യുക. ബാക്കി ഇതിനൊക്കെ ഇല്ലേ, ബൈനറിക്കൊന്നും ഇങ്ങനെ ഇത്രയും ചോദിക്കില്ല. ജസ്റ്റ് നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വാലറ്റ് അഡ്രസ് നമ്മളെ കാണിക്കും. ഇതാണ് QR. ഓക്കെ, QR കോഡ് ഇവിടെ കാണിച്ചു. പേയ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോവുക. എന്നിട്ട് നല്ല ഈ വാലറ്റ് അഡ്രസ് ഇല്ലേ, ഇത് QR കോഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഈ വാലറ്റ് അഡ്രസ്, എന്നിട്ട് ഈ വാലറ്റ് അഡ്രസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വിഡ്രോവൽ എന്നുള്ളത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ ബിറ്റ്ഗേറ്റിന്റെ കസ്റ്റമർ ആണ്. ബിറ്റ്ഗേറ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിനും ബിറ്റ്ഗേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ ട്രാൻസ്ഫർ നടത്താം. ഓക്കെ, അതിന് വേണമെന്നില്ല. അത് ഇന്റേണൽ ട്രാൻസ്ഫറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് UID എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻസ് ചെയ്യുന്ന പോലെ UID കൊടുക്കുക. ആ UID എവിടെ ഉണ്ടാവുക? ഇത് അവിടെ ഉണ്ടാവും. ഈ UID. ഓക്കെ, ഇതിപ്പോ നമ്മുടെയാണ് UID. വേറെ നമ്മുടെ കസ്റ്റമറുടെ, നമ്മുടെ ആ ഫ്രണ്ടിന്റെ ആരെ UID ഇവിടെ അടിക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇന്റേണൽ ട്രാൻസ്ഫറും ആയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോ ബൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പല പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.
പിന്നെ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ ബിറ്റ്ഗേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അല്ലെങ്കിൽ ബിറ്റ്ഗേറ്റിൽ ഹൗ ടു ട്രാൻസ്ഫർ USDT അല്ലെങ്കിൽ ഹൗ ടു ബൈ USDT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ മാത്രം നിങ്ങൾ കണ്ടു എന്നല്ല, നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാ അതിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ഒരു വാലറ്റ് ഞാൻ വേഗം ഒന്ന് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ എന്തൊക്കെയുണ്ടെന്ന് അതൊക്കെ നിങ്ങൾ എന്താ പറയാ ഇതുമായിട്ട് ഈ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ബൈനാൻസ് ആണ് നല്ലത്, കുറച്ചും കൂടെ നല്ലതായിട്ട് ബൈനാൻസ് ആണ്. അപ്പോൾ ബൈനാൻസ് മറ്റേ പാൻ ID ഉള്ളവര് ബൈനാൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലാത്തവര് ഇത് ചെയ്യുക. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. USDT ബൈ ചെയ്യുന്നത്, അതേപോലെ USDT ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒക്കെയാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. മൊബൈലിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഈ വെബ്സൈറ്റിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മൊബൈലിൽ ചെയ്യുമ്പോൾ, മൊബൈലിൽ ലാസ്റ്റ് കോർണറിൽ ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞ് കാണാം. അസറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് കണ്ടോ, ഇതിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അത് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിഡ്രോ ചെയ്യാം, ട്രാൻസ്ഫർ വിഡ്രോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിഡ്രോയില് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മറ്റെന്താ പറയാ നെറ്റ്വർക്ക് മാത്രം. നിങ്ങൾ ഏത് നെറ്റ്വർക്കിലൂടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ അതാത് ബ്രോക്കറിന്റെ അവിടെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് QR കോഡ് കിട്ടും, കണ്ടോ, വാലറ്റ് അഡ്രസ് കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ വാലറ്റ് അഡ്രസ് കിട്ടും. ഈ വാലറ്റ് അഡ്രസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിലാണ് ഉപയോഗിക്കുന്നതിൽ QR കോഡ് വെച്ച് ആ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പല യൂട്യൂബും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തോളൂ. ഓക്കെ, എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് പറയുന്നത് കാരണം എന്റെ കയ്യിൽ നിന്ന് അതിന്റെ റിപ്ലൈ വരാനും ഒരുപാട് സമയം എടുക്കും. നമ്മൾ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അൽഗോയും, അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്, അതുപോലെ തന്നെ എന്താ പറയാ ബൈനറി ട്രേഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ ഫുൾ ബിസിയാണ്. ആൽഗോ റിലീസ് ചെയ്യാൻ ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ ആയിട്ട് ആൽഗോ റിലീസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒക്കെ തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വേറെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മുടെ ലിങ്കിൽ ചേർന്നില്ലെങ്കിൽ ആരുടെ അണ്ടറിൽ ചേർന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും INR പേയ്മെന്റ് നിങ്ങൾ ഒഴിവാക്കുക. ഇന്ത്യൻ റുപ്പീസിൽ കൊടുക്കുന്ന പേയ്മെന്റ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഒഴിവാക്കുക. ഡെപ്പോസിറ്റ് വിഡ്രോയും നിങ്ങൾ ഒഴിവാക്കുക. അത് ഡിലേ ആകും, നിങ്ങൾക്ക് പണിയാകും. ഓക്കെ,